ഫ്ലൈറ്റിൽ ഇത്രയ്ക്ക് ജാടയൊക്കെ കാണിച്ച് വന്നിറങ്ങിയവനാണ് രാജു. ചുമ്മാ ഒന്ന് മലക്കറി മേടിക്കാൻ വേണ്ടിയായിരുന്നു ഇവൻ ഫ്ലൈറ്റുമായിട്ട് പോയിരുന്നത്. രാജു താമസിക്കുന്ന സ്ഥലം കണ്ടിട്ട് നമുക്കൊരിക്കലും വീട് എന്ന് പറയാൻ കഴിയില്ല, അതൊരു കൊട്ടാരമായിരുന്നു. അവൻ വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കാൻ ഒരാള്, പിന്നെ ആ തുറന്ന ഡോറ് അടയ്ക്കാൻ വേറൊരാള്, ഇങ്ങനെയായിരുന്നു രാജു സെർവന്റുകളെ വച്ചിരുന്നത്. പിന്നെ ഈ അടുത്തുനിന്ന് കരയുന്ന ഇവനാണ് രാജുവിന്റെ സ്ട്രെസ് കൺട്രോളർ. സങ്കടം വരുമ്പോൾ രാജു കരയാറില്ല, അതിനുവേണ്ടി അവൻ സെപ്പറേറ്റ് ഒരാളെ തന്നെ നിയമിച്ചു. അവന്റെ ലൈഫ് കണ്ടന്റ് ആക്കാൻ വന്ന ആ യൂട്യൂബേഴ്സ് ഇത്രയ്ക്ക് പണം ഉണ്ടായിട്ടും സാർ എന്തുകൊണ്ടാണ് ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഗേൾസുമായിട്ട് ചില്ല് ചെയ്യാനാണ് താല്പര്യം എന്നവൻ പറഞ്ഞു. അപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഒരു മദാമ അവനെ തമിഴിൽ തെറി വിളിക്കുന്നത് കേട്ടത്. ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ അവള് വെള്ളം തെറിപ്പിച്ചപ്പോഴായിരുന്നു രാജു തന്റെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. ഇതുവരെ കണ്ടത് ഒരിക്കലും നടക്കാത്ത അവന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. രാജു ഇപ്പോൾ ജീവിക്കുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ്. പക്ഷേ ഒരു വലിയ കുടുംബമായതുകൊണ്ട് തന്നെ അവരെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ വയ്ക്കാൻ വേണ്ടി ചുമരിൽ ആണിയടിച്ചാൽ ആ ചുമര് മൊത്തത്തിൽ അങ്ങ് പൊളിഞ്ഞു വരും. ഇത്രയൊക്കെ ആണെങ്കിലും കൈമാറി വന്ന വലിയൊരു വീടും പിന്നെ രാജാക്കന്മാർ ഇരിക്കുന്ന പോലത്തെ ഒരു കസരയും അവനുണ്ട്. വീട്ടിലുള്ള ചുമരി പോലെ തന്നെ ആ കസരയ്ക്കും വലിയ ഉറപ്പൊന്നുമില്ല. രാജുവിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ കാണും ഒരേ ഒരാളാണ് അവന്റെ മുത്തച്ഛൻ. ഒരു ഉമനൈസർ ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് സ്വത്തുക്കളും പെരേഡും ഒക്കെ പുള്ളി ഫ്രീ ആയിട്ട് പെണ്ണുങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തു. അതുകൊണ്ട് തന്നെ രാജുവിന് മുത്തച്ഛന്റെ ഫോട്ടോ എപ്പോ കണ്ടാലും കലി വരാറുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജു അമ്പലത്തിന്റെ പടികൾ കയറാൻ തുടങ്ങി. തന്റെ പണിക്കാരന്റെ മുതുകത്തിരുന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറും ആൽക്കഹോളിക്കും തല്ലിപ്പൊളിയുമായിരുന്ന ഒരുത്തനും പണക്കാരി പെണ്ണിനെ കിട്ടിയറിഞ്ഞ് അവൻ ഞെട്ടിയത്. ആ കല്യാണപ്പയ്യന്റെ അമ്മ എല്ലാവരോടും ജാടിയിട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് രാജുവിനെ ഒന്ന് കളിയാക്കി, പെണ്ണും പണവും ഇല്ലാത്തെന്നും പറഞ്ഞ്. അത് കേട്ട് സങ്കടം വന്ന രാജു ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മോൻ കെട്ടിയതിനേക്കാളും വലിയൊരു പണക്കാരി ഞാൻ കെട്ടിയിരിക്കും എന്നവരെ വെല്ലുവിളിച്ചിട്ട് അവൻ അവിടെ ഇറങ്ങി. അമ്പലത്തിലെ ഉത്സവ സമയത്ത് റേഞ്ച് റോവറിൽ വന്നിറങ്ങിയ ഒരു സുന്ദരി പണക്കാരി പെണ്ണ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പാവപ്പെട്ടവരെയൊക്കെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു നല്ല പെൺകുട്ടിയായിരുന്നു ചാരുലത. ഇതുവരെ അമ്പലത്തിന്റെ പടികൾ കയറാൻ പണിക്കാരോട് സഹായം ആവശ്യപ്പെട്ടിരുന്ന രാജു അവളെ കണ്ട സമയത്ത് പടികൾ മൊത്തം ഒറ്റയ്ക്ക് കയറുന്നത് കണ്ട് അവന്റെ പണിക്കാരെ മൊത്തം നല്ല സന്തോഷത്തിലായിരുന്നു. പോറ്റി അവരെ പൊക്കി പറയുന്നത് കേട്ടപ്പോൾ അവർ നല്ല റിച്ച് ടീംസ് ആണെന്ന കാര്യം രാജു അങ്ങ് ഉറപ്പിച്ചു. പട്ടികളാണ് ചാരുവിന്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയ രാജു അവളുടെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. ആൾക്കാരെ വെച്ച് വെള്ളത്തിൽ വീണ ഒരു പട്ടിക്കുട്ടിയെ രക്ഷിച്ചു എന്ന ഫേക്ക് നാടകം അവൻ ഉണ്ടാക്കിയെടുത്തു അവളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി. അവന്റെ ധീരതയ്ക്ക് പ്രോത്സാഹനമായി അവിടെ കൂടിയിരുന്ന ആളുകൾ മൊത്തം കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ആളുകളെ മൊത്തം കൊണ്ടുവന്നിരുന്നത് അവൻ തന്നെയായിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടി ചാരുലത അവന്റെ വലിയൊരു ഫാനായി മാറി. പിറ്റേ ദിവസം ചാരുവിന്റെ കോളേജിൽ ഒരു അടിയുണ്ടായി. സീനിയേഴ്സും പിന്നെ കുറെ ഗുണ്ടകളുമായിട്ട്. ചാരുവിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരവസരം പിന്നീട് അങ്ങോട്ട് രാജു പാഴാക്കിയിട്ടില്ല. കോളേജിന്റെ അകത്തേക്ക് കയറി ഒരു തേങ്ങ വെച്ച് ആ ഗുണ്ടകളേക്ക് അടിച്ചോടിച്ചു രാജു. ഇത്രയൊക്കെ മാസ് അവളുടെ മുമ്പിൽ വെച്ച് കാണിച്ച രാജുവിനോട് അവൾക്ക് പ്രേമം തോന്നി. ഒരു പാർട്ടിയുടെ ഇടയിൽ വെച്ച് ആ കാര്യം രാജുവിനോട് അവൾ പറയുകയും ചെയ്തു. തന്റെ മോളുടെ മനസ്സ് കീഴടക്കിയ രാജുവിനെ മരുമോനാക്കാൻ പണക്കാരനായ ചാരുവിന്റെ അച്ഛൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അന്നേ ദിവസം ഫസ്റ്റ് ആയിട്ട് സമയത്ത് തന്നെ പ്രിയപ്പെട്ട മരുമോന് വേണ്ടി അമ്മായി അച്ഛൻ ഒരു കത്ത് എഴുതി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചൂത് കളിച്ച് ഉണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ പണയം വെച്ചു. ഇപ്പോ ആ വീടടക്കം ബാക്കിയുള്ള എല്ലാ സ്വത്തുക്കളും ലോണിലാണ്. ആ ലോൺ മുഴുവൻ മോൻ അടച്ചു തീർക്കണം എന്ന കാര്യമായിരുന്നു ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിവാഹം ഉൾപ്പെടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചാരുവും അവളുടെ അച്ഛനും കൂടി പ്ലാൻ ചെയ്തതായിരുന്നു. അവന്റെ സ്റ്റാറ്റസ് അറിഞ്ഞ് ഒരു പണക്കാരിയെ കെട്ടാൻ ആഗ്രഹിച്ചിരുന്ന അവൻ പോയി കെട്ടിയത് പൊട്ടി പാളിസായിരിക്കുന്ന ഒരുത്തിയെ.